മറ്റുള്ളവർക്ക് ആമേൻ വലിയൊരു മാനസാന്തരത്തിനും അനുഗ്രഹത്തിനും കാരണമായി മാറേണ്ടത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവ് കുഞ്ഞുങ്ങളെയും ആമേൻ ആ ഭവനത്തെയും ആമേൻ കർത്താവ് ആമേൻ വളരെ ആശ്വാസവും ആമേൻ ഹല്ലേലൂയ കരുതലും കർത്താവ് ചെയ്യേണ്ടത് നമുക്ക് ഒരുമിച്ച് ആവശ്യപ്പെടുന്നു. ആമേൻ. തുടർന്നുള്ള സമയങ്ങളിൽ ആമേൻ നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ദാസനുണ്ട്. ആമേൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവം കൊടുത്ത നിയോഗം അനുസരിച്ച് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും സ്തോത്രം. കർത്താവേ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടില്ലവരും ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നു എന്ന് വിചാരിച്ച് ഞാനൊരു പുതിയ ആളൊന്നുമല്ലല്ലോ. അതുകൊണ്ടൊരു ഭീകര ജീവിയെ കാണുന്ന പോലെ നിങ്ങൾ കാണാതെ സ്ഥിരം അറിയുന്ന ഒരാളെ പോലെ എന്നെ കണ്ടാൽ മതി. ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ വെച്ച് നടക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നല്ല പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ദൈവം നമുക്ക് ഏകി തന്നു അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവവചന ചിന്തയിൽ കൂടെ ചില നിമിഷങ്ങൾ കൂടെ പങ്കിടാം എന്ന് ഓർക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഇടപെടും എന്ന് ഉള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികത്വത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അതിന്റെ എവിടെ മുതൽ തുടങ്ങി എവിടെ മുതൽ അതുണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു പ്രസ്താവനയാണ് അവിടെ ഇങ്ങനെ താൻ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. അവിടെ ഒത്തിരി ചിന്തിപ്പിച്ചതും ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. ഈ കാണുന്നതെല്ലാം ഉളവായത് ഈ ദൈവവചനത്താലാണെന്ന് യോഹന്നാൻ പറയുന്നത്. സ്തോത്രം. എല്ലാം പ്രപഞ്ച മണ്ഡലങ്ങൾ, ആകാശമണ്ഡലങ്ങൾ, ഈ ഭൂമിയിൽ ഉള്ളത് സകല ചരാചരങ്ങൾ, സമുദ്രത്തിലുള്ളതാകട്ടെ കരയിലുള്ളതാകട്ടെ, ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര വ്യൂഹങ്ങൾ, സൂര്യചന്ദ്രന്മാർ എന്ന് വേണ്ട ഇന്ന് രാത്രിയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണമുള്ള ഒരു രാത്രിയും കൂടെ. സ്തോത്രം. ഇങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ അന്തരീക്ഷ മണ്ഡലത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സകലവിധമായ സംവിധാനങ്ങളെയും നിർമ്മിച്ചത് ദൈവം തന്റെ വചനമുണ്ട്. സ്തോത്രം. ആർക്കും സന്തോഷമില്ല. എന്തുവാണ്? സ്തോത്രം. ദൈവത്തിന്റെ വചനത്താലാണ് സകലത്തെയും ദൈവം നിർമ്മിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് ഉളവായത് എന്ന് വായിച്ചിടുന്ന വാക്യം സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. അപ്പൊ ഉളവായതെല്ലാം ദൈവത്തിന്റെ വാക്കിനാൽ ഉളവായതാണ്, ദൈവത്തിന്റെ വചനത്താൽ ഉളവായതാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ നമ്മിൽ ഉളവാകാനുണ്ടെങ്കിൽ ഈ വചനമാ അത് നമുക്ക് തരുന്നത്, ഉളവാക്കി തരുന്നത്. സ്തോത്രം. ഉളവാകത്തില്ലെന്ന് ശത്രു വിധിച്ചാലും
ദൈവം ആ ശത്രുവിനെ പിടിച്ചു മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉളവാക്കി തരാൻ കരുത്തുള്ളത് ദൈവത്തിന്റെ വചനമാകൊണ്ട് നമുക്ക് ആ വചനത്തോട് ചേർന്ന് ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഉന്നത രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഈ ഐക്യ കൂട്ടായ്മ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതിന്റെ നേതൃത്വം വഹിച്ച് ഉത്തരവാദിത്വം ചുമലേന്തി വളരെ ആധികാരികതയോടുകൂടെ ഇത് നടത്തിക്കൊണ്ടുവരുന്ന കർത്താവ് ദാസൻ പ്രിയ ജോസ് അവരുകൾ തന്റെ കുടുംബം ഇവിടെ ചേർന്ന കർത്താവിന്റെ സന്നദ്ധിയിൽ ശുശ്രൂഷിക്കുകയും അതുപോലെ കടന്നു വന്ന് സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഉള്ള എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവത്തിന്റെ ദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരാം എന്നരുളി ചെയ്ത ക്രിസ്തുയേശുവിന്റെ നിസ്തുലനാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മിൽ സന്ദർശിക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവികമായ ഒരു സന്ദർശനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരും. സ്തോത്രം. നമ്മുടെ സകല അവസ്ഥകൾക്കും മാറ്റം വരും. നമ്മുടെ ജീവിതത്തിന്റെ സകല പരിവസ്ഥിതികൾക്കും മാറ്റം വരും. ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടായാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്നുണ്ടായാൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്നുണ്ടായാൽ, ശാരീരിക മാനസികമായിരുന്ന എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം ഉണ്ടായാൽ, ഹല്ലേലൂയ, നാം ചിന്തിക്കുന്നത് പോലെയോ ഒന്നുമല്ല സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. സകല അവസ്ഥകളെയും ദൈവത്തിന്റെ വ്യവസ്ഥക്കൊത്തവണ്ണം മാറ്റിയിട്ട് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹ ആശീർവാദങ്ങളെ ദൈവം നൽകി തരും. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. മാർത്തയോടും മറിയയോടുമൊക്കെ യേശു കർത്താവ് പറഞ്ഞതുപോലെ, സ്തോത്രം, മാർത്തയോട് അത് ആവർത്തിച്ചു പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു വിശ്വാസ വകതാരിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥിതി മാറുകയുള്ളൂ. ദൈവം സന്ദർശിക്കുമ്പോൾ സ്ഥിതി മാറണമെങ്കിൽ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അകതാരിൽ ഒരു വലിയ വിശ്വാസമുണ്ടാകണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിട്ട് അത് മാറണം. അതൊരു കേവല വിശ്വാസമായി അകതാരിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ പോരാ. ആ വിശ്വാസത്തെ പല ഇടങ്ങളിൽ, മേഖലകളിൽ, മണ്ഡലങ്ങളിൽ അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും പറയുന്നത് പോലെ, പറഞ്ഞിട്ടുള്ളത് പോലെ, 3 എബ്രായ ബാലന്മാരുടെ മുമ്പിൽ ഒരു ഭയങ്കര പ്രതിസന്ധി അവരുടെ ജീവിതത്തിന് മുമ്പിലുണ്ടായി. ഇവർ 3 പേരും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ ദേശം ഭരിച്ചുകൊണ്ടിരുന്ന ഗർജിക്കുന്ന സിംഹമെന്നറിയപ്പെടുന്ന ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ഗർജിക്കുന്ന സിംഹമെന്നറിയപ്പെടുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ മുഖത്ത് നോക്കി, നെബൂഖദ്നേസർ രാജാവിന്റെ രാജകീയ കൽപ്പനയ്ക്ക് മുഖത്ത് നോക്കി ഇവർ സധൈര്യം അവരുടെ വിശ്വാസത്തെ പുറത്തേക്ക് എടുത്തിട്ടതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാക്കി മാറ്റി. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഞങ്ങളെ വിടുവിക്കും. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സന്ദർശിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ ഞങ്ങളെ വിടുവിക്കും. അവൻ ഞങ്ങൾക്ക് വേണ്ടുന്ന പുത്തൻ പുതുവഴികളെ തുറന്നു തരുമെന്ന് അവർക്ക് അകതാരിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ.
ആ വിശ്വാസത്തിന്റെ മുൻപിൽ അവർ നിന്നുകൊണ്ട് പുറകോട്ടല്ല പോയത്. വിശ്വാസത്തെ അകതാരിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് രാജാവിന്റെയും രാജകീയ കൽപ്പനകളുടെയും അന്യദേശത്തിന്റെ നടുവിലും ബാബിലോന്യ സാമ്രാജ്യത്തിന്റെ കൊടികുത്തി വാഴുന്ന ഭരണ സംവിധാനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ എബ്രായ ബാലന്മാരുടെ മുഖത്തു നോക്കി അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉറക്കെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അല്ല, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ദൈവത്തെ സേവിക്കുന്ന പരിപാടിയല്ലോ. അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായി നമ്മുടെ വിശ്വാസം മാറുമ്പോൾ സാഹചര്യം മാറും, തലങ്ങൾ മാറും. അല്ലേ? ഹല്ലേലൂയ. പ്രഖ്യാപനം അവർ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവം നമുക്കറിയാം. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി ഈ ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിയുമ്പോൾ കൈകാലുകൾ സ്വാതന്ത്ര്യമില്ലാതെ അവൻ ബന്ധനത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മാത്രയിൽ ഹല്ലേലൂയ ഉയരത്തിലെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നാലാമനായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു ദൈവപുത്രന് തുല്യമായി ദൈവത്തിന്റെ തേജസ് തീക്കകത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രതിസന്ധിക്കകത്ത് സന്ദർശിച്ച് വ്യാപരിക്കുമ്പോൾ അവരുടെ കെട്ടൊന്നെ അഴിയുവാനിടയായി രണ്ട് ലോകത്തിന്റെ തീ അവരെ ദഹിപ്പിക്കാൻ ഇടയായില്ല. അവൻ മൂന്ന് അതിനകത്ത് അവരാനന്ദം നൃത്തം ചെയ്തു. സ്ഥിതി മാറി. ഹല്ലേലൂയ. അവരുടെ സാഹചര്യങ്ങളിൽ തളങ്കത്തിൽ നിന്ന് അവരെ മുച്ചോട് മുടിക്കുമെന്ന് തകർക്കുമെന്ന് വെല്ലുവിളിച്ച സകല സാഹചര്യങ്ങളുടെ മുനയെ ദൈവം നമ്മുടെ അത് ഓടിച്ചു മാറ്റിക്കൊണ്ട് അവരുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടി ഇറങ്ങി വന്നു? വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ശക്തമായപ്പോൾ അവരുടെ പ്രതിസന്ധിക്കകത്ത് നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കാൻ, വിമോചനം കൊടുക്കാൻ, വിമുക്തി കൊടുക്കാൻ. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രിയിലും സംഭവിക്കും. ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ നീ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിക്കുമോ? ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാൻ അവൻ ദൈവ സർവശക്തനാണ്. അന്ന് അവൻ എബ്രായ ബാലന്മാർക്ക് വേണ്ടി മാത്രമല്ല, അതേ ദൈവം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് പ്രവർത്തിക്കാൻ, നമ്മുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വരാൻ, നമ്മുടെ സകലവിധമായ പ്രശ്നങ്ങൾക്കകത്ത് ഇറങ്ങി വരാൻ നമ്മുടെ ദൈവം മതിയായവരാണെന്ന് ഇന്ന് രാത്രിയിൽ നീ ഒന്ന് ഉറച്ചു വിശ്വസിക്ക്. അവന്റെ വിഷയത്തിനകത്ത് ഇടപെടുകയോ. ഹല്ലേലൂയ. 65-ാം സങ്കീർത്തനം അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വലിയ ദൈവിക സന്ദർശനത്തെ കാണാൻ കഴിയും. അത് വായിക്കാമോ? ഭൂസിമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. 65-ാം സങ്കീർത്തനം 8-9 വാക്യം. ഭൂസിമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു. ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം ഭൂമിയുടെ മുകളിൽ ഉണ്ടാകുന്നു എന്നാണ്. എന്തിനാണ് ഭൂമിയുടെ മുകളിൽ ദൈവത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടാകുന്നത് എന്ന് താഴോട്ട് വായിച്ചപ്പോൾ നമുക്കത് ബോധ്യമായ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം സന്ദർശിച്ച് ഇറങ്ങി വരാനൊരു കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം ഉണ്ടാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്ന്, ഭൂമിയെ ദൈവം സന്ദർശിച്ചതിന്റെ കാരണം ഭൂമിയെ ഒന്ന് നനയ്ക്കണം ദൈവത്തിന്. രണ്ട്, അത്യന്തം പുഷ്ടിയുള്ളതാക്കി തീർക്കണം. മൂന്ന്, ഭൂമിയെ ഒന്ന് ഒരുക്കിയെടുക്കണം. നാല്,
ധാന്യം കൊണ്ട് അതിനെ നിറയ്ക്കണം. 5 അതിന്റെ കട്ടയെ ഉടച്ചു നിരത്തണം. 6 മഴയാൽ അതിനെ കുതിർക്കണം. 7 അതിലെ മുളയെ അനുഗ്രഹിക്കണം. ഒരൊറ്റ സന്ദർശനത്തിനകത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. വേണ്ടുന്ന നിലവാരത്തിൽ ഭൂമി അതിന്റെ ഫലം കൊടുക്കാൻ കഴിയാതെ നാളുകൾ കൊണ്ട് അതിന്റെ മുളയെ പുറത്തു വരാൻ സമ്മതിക്കാതെ അവൻ ഉണങ്ങി വരണ്ട അനുഭവത്തിനകത്ത് കട്ടയ്ക്കകത്ത് ഈ വിത്തിനെ ഒതുക്കി വെച്ചുകൊണ്ട് ഇനി മേലാൽ നീ വളരില്ല, മുളപൊട്ടി പുറത്തു വരില്ല, നീ പടർന്ന് പന്തലിക്കത്തില്ല, നീ ആകേണ്ടതുപോലെ ഫലം കായ്ക്കത്തില്ലെന്ന് നാളുകൾ കൊണ്ട് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളി ഈ ഭൂമിക്കുണ്ടായിരുന്നു. എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഒരു പരിധിക്കകത്ത് നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ് ഒരു പരിധി വരെ നിന്നെ ഒതുക്കി വെച്ചുകൊണ്ട് അവന് പുറത്തേക്കെന്ന് പുറപ്പെട്ടു വരുവാൻ കഴിയാതെ നിനക്ക് ആകേണ്ടുന്നത് പോലെ ഒരു വിശാലതയിലേക്ക് വരാൻ കഴിയാതെ അത് ശുശ്രൂഷ മണ്ഡലത്തിലാകാം, നിന്റെ ആത്മീക ജീവിതത്തിലാകാം, ഭൗതിക ജീവിതത്തിലാകാം, ശാരീരിക ജീവിതത്തിലാകാം, മാനസിക ജീവിതത്തിലാകാം, ഹല്ലേലൂയ, സാമ്പത്തിക മേഖലകളിലാകാം, ഏതു മേഖലകളിലുമാകാം. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ ഇച്ഛിക്കുന്നത് പോലെ, നീ ചിന്തിക്കുന്നത് പോലെ, നിനക്കാകേണ്ടുന്നത് പോലെ ആകാൻ കഴിയാതെ എവിടെയൊക്കെയോ ഏതൊക്കെയോ തടസ്സങ്ങൾ, അതിന്റെ വാദങ്ങൾ നിന്നെ ഓടുന്ന മേഖലയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുകയോ അതിന്റെ കട്ടയെ മൂടച്ച് നിരത്തേണ്ടുന്നതിന്, അതിനെ ഒന്ന് നനയ്ക്കേണ്ടുന്നതിന്, അതിനെ ഒന്ന് കുതിർത്തിയെടുക്കേണ്ടുന്നതിന് ഉയരത്തിലെ ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം. ഹല്ലേലൂയ. സ്തോത്രം. ശാപത്തിന്റെ കയർ കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ പാന്താവുകൾ കടിച്ചു കൂട്ടുന്ന ചില കുടുംബാന്തരീക്ഷത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സന്ദർശനം. എല്ലാ മേഖലകളും വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന മേഖലകൾക്കകത്തൊരു സന്ദർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരു കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ ചങ്ങലകളാൽ ബന്ധിച്ചിട്ടിരിക്കുകയാ. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഹേരോദാവിന്റെ അവൻ മോർച്ചയുള്ള വാളിന്റെ വായ്ത്തല കൊണ്ട് അവന്റെ പെടലി ആമേനെ അറുത്തെടുക്കുവാൻ ഉന്നം വെച്ച് ലക്ഷ്യം വെച്ചിരിക്കുമ്പോൾ അർദ്ധരാത്രി ദൈവത്തിന്റെ സന്ദർശനം കാരാഗ്രഹത്തിന്റെ അകരാരിലേക്ക് ആഴമായി വെളിപ്പെട്ടെങ്കിൽ അവൻ ദൂതന്റെ സാന്നിധ്യത്തോടെ ദൈവത്തിന്റെ ഒരു ഭയങ്കര സന്ദർശനം വെളിപ്പെട്ടിറങ്ങി വന്നെങ്കിൽ എന്റെ രാത്രി പുറത്തു വരാൻ സമ്മതിക്കാതെ നിന്റെ മാവൻ അടച്ചു ഓടുന്ന എല്ലാ മേഖലകളെ തകർക്കുന്നു. ഒരു സന്ദർശനം ഉണ്ടാകും. ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികൾക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ അവന്റെ സകല നിഗൂഢമാകുന്ന ഗൂഢമായ ആലോചനകൾക്ക്, അവന്റെ ഗൂഢതന്ത്രങ്ങൾക്ക്, അവന്റെ പൈശാചികമാകുന്ന സകല ഇടപാടുകൾക്കകത്തേക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ അവൻ തക്ക സമയത്ത് സമയോചിതമായി സന്ദർഭോചിതമായി ഇറങ്ങി വന്ന് ഇടപെട്ട് നിന്നെ അതിനകത്ത് നിന്ന് ഒരു പോലെ ഏൽക്കാതെ പുറത്തു കൊണ്ടുവരുന്ന ഒരാത്മ സാന്നിധ്യം. ഹല്ലേലൂയ. സ്തോത്രം. 2026 മൂന്നാം മാസത്തിന്റെ മൂന്നാമത്തെ ദിവസം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രി നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്ക്.
ആമേൻ, എന്റെ ജീവിതത്തിനകത്ത് ദൈവമേ നീ ഒന്ന് ഇടപെടണം. എന്റെ ജീവിതത്തിനകത്ത് ദൈവമേ അങ്ങയുടെ ഒരു സന്ദർശനം എനിക്ക് വേണം. ആമേൻ, 2026 എനിക്കൊരു വ്യതിയാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്റെ കുടുംബത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകണം. എന്റെ കുടുംബത്തിനകത്ത് അവ ചിലത് മുള പൊട്ടി പുറത്തു വരണം. വെമ്പലോടെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. മുളപൊട്ടി പുറത്തു വരണമെങ്കിൽ ആമേൻ മണ്ണിനടിയിൽ എവിടെയോ ഒരു വിത്തിരിപ്പുണ്ട്. ആമേൻ, അതിങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ, ആമേൻ, ആവലാതി കൊണ്ടുകൊണ്ടിരിക്കുകയാ. ഈ പുറന്തോടൊന്ന് പൊട്ടിയെങ്കിൽ ആമേൻ ഒരു വിശാലമാകുന്ന അനുഭവത്തിലേക്ക് എനിക്കൊന്ന് വരാമായിരുന്നു. പക്ഷേ ആമേൻ സമ്മതിക്കാതിരിക്കുന്ന ഉണങ്ങി വരണ്ട ചില അവസ്ഥകൾ, അവയെ കണ്ടുപിടിച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾക്കകത്തേക്ക് ദൈവമേ ഇന്ന് രാത്രി അങ്ങയുടെ ഒരു സാന്നിധ്യം ഇറങ്ങി വരണം. അങ്ങയുടെ ഒരു സന്ദർശനം ഇറങ്ങി വരണം. അറിയാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ, ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്താൻ ഉയരത്തിലെ തമ്പുരാന് കഴിയുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്തോടെ നീ ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു യഹോശാഫാത്തിനെ കാണാൻ കഴിയും. യഹോശാഫാത്ത് യഹൂദ്യ നാട്ടിലെ ഒരു രാജാവാണ്. ദേശം വളരെ കൃത്യമായും അതിന്റെ നിലവാരം അനുസരിച്ച് ദൈവ ഭയഭക്തിയോടെ ജീവിച്ചുകൊണ്ട് ദേശത്തെ ഭരിക്കുന്ന ഒരു നല്ല രാജാവ്. ദേശത്തിലെ പ്രജകൾക്ക് എന്തെല്ലാം വേണമോ അതൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ഒരു നല്ല രാജാവ്. ഹല്ലേലൂയ. പറയട്ടെ, 3 രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ ഗൂഢമായ ആലോചന ഇട്ടുകൊണ്ട് കടൽ കടന്ന് ഇക്കരെ വന്ന് യഹോശാഫാത്തിന്റെ രാജ്യത്തെ തകർത്ത് കളയാൻ, അവൻ യഹൂദ്യ നാടിനെ മുച്ചൂട് മുടിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയവർ കയറി വരുമ്പോൾ ഈ വാർത്ത യഹോശാഫാത്തിന്റെ കാതിലെത്തി. സ്തോത്രം. യഹോശാഫാത്തോടെ വായിക്കുന്നവൻ ഭയപ്പെട്ടുപോയി എന്ന്, ഭയപ്പെട്ടുപോയി. ഈ ഭയം മുഖാന്തരം ദൈവത്തിൽ നിന്നും സഹായം തനിക്ക് ലഭിക്കേണ്ടുന്നതിന് അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് അവൻ ദേശ ആഗോള വ്യാപകമായി ഒരു അവൻ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് വേണ്ടി നെടുമ്പാട് വീട് കിടന്ന് ഒന്ന് ഉപവസിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് ദൈവം ഇടപെടും. ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകും. ചുമ്മാതെ സന്ദർശനം ഉണ്ടാകത്തില്ല. നിന്റെ വിഷയത്തിന് വിടുതൽ വേണോ? നീ ദൈവസന്നിധി വില കൊടുക്കാൻ തയ്യാറാകണം. നീ ദൈവസന്നിധിക്ക് വില കൊടുക്കാൻ തയ്യാറാകണം. നീ ദൈവസന്നിധി സമർപ്പിക്കാൻ തയ്യാറാകണം. നീ ദൈവസന്നിധിന്റെ സകല അധികാരങ്ങളെയും ഇറക്കി വെക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചില പദവികളും ചില അധികാരങ്ങളും ചില മഹത്വങ്ങളും ഒക്കെ നീ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന് ഇടപെടാൻ കഴിയുന്നില്ല. എന്ന രാത്രി നിന്റെ സകല അധികാരങ്ങളെയും ഒന്ന് ഇറക്കി വച്ചിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കാൻ താല്പര്യമുണ്ടോ? രാത്രി പ്രവചിച്ച് പ്രവചനാത്മാവിൽ പറയാം, ദൈവം ചില വിഷയത്തിനകത്ത് സന്ദർശിക്കുന്ന ദിവസങ്ങളായി മാറും. ഹല്ലേലൂയ. സ്തോത്രം. യഹോശാഫാത്ത് ഭയപ്പെട്ടു. യഹോവയോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. അതെ, ഉപവാസത്തിന്റെ ആവശ്യം 2. 1, ഭയപ്പെട്ടു, ഭയം മാറണം.
ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിൽ നിന്നും സഹായം എനിക്ക് വേണം. ഇതാണ് ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാർത്ഥനാ വിഷയം ഒന്ന്, ഈ വലിയ ജനസമൂഹത്തോട് നീ ന്യായം വിധിക്കില്ലയോ? ഹല്ലേലൂയ. രണ്ട്, ഈ ജനസമൂഹത്തോട് എതിർത്തു നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. മൂന്ന്, എന്തു ചെയ്യേണ്ടു എന്ന് അറിയത്തില്ല. ഈ മൂന്ന് കാരണമായിരുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയം. ഹല്ലേലൂയ. ഭയം മാറണം, ദൈവം സഹായിക്കണം, അതവരുടെ ആവശ്യം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനുള്ള വിഷയം, ഇവരോട് ദൈവമേ ന്യായം വിധിക്കണം. ഹല്ലേലൂയ. ഇവരോട് എതിർക്കാൻ ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതായിരുന്നു പ്രാർത്ഥനാ വിഷയം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ അങ്ങോട്ടൊരു വരവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെടുമ്പാട് വീണ് ഉപവസിച്ച് കരയുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. തടയാൻ ആർക്കും കഴിയത്തില്ല. അവൻ നിന്നെ പരാജയപ്പെടുത്തുമെന്ന്, നിന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നും, ഒരു അടിമയാക്കി നിന്നെ മാറ്റുമെന്നുമൊക്കെ വെല്ലുവിളിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന ചില മേഖലകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ദൈവം തമ്പുരാൻ സന്ദർശിച്ച് നിന്റെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. ആരൊക്കെ ഇളകി വന്നെന്ന് പറഞ്ഞാലും, ആരെല്ലാം നിനക്കെതിരെ നിന്നെന്ന് പറഞ്ഞാലും, ദൈവം നിന്റെ വിഷയത്തിനകത്ത് സന്ദർശിക്കാൻ തുടങ്ങിയാൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതല്, അവയെ നീ വിചാരിക്കും പോലെയല്ല കാര്യത്തിന് മാറ്റം വരുന്നത്. അപ്പനും അമ്മ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. ബന്ധുക്കളും മിത്രങ്ങളും വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. പിന്നെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് ഇടപെടുന്നത്. ദൈവ സകലത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടുന്ന സൗഭാഗ്യങ്ങളെ, നിനക്ക് വേണ്ടുന്ന വിജയത്തെ, നിനക്ക് വേണ്ടുന്ന സൗഖ്യത്തെ, നിനക്ക് വേണ്ടുന്ന സമാധാനത്തെ ദൈവം നൽകി തന്നുകൊണ്ട് ഹല്ലേലൂയ. അരുവസ്തുതികൾക്ക് ദൈവം മാറ്റം വരുത്തും. രാത്രി ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം പ്രിയരെ. ഹല്ലേലൂയ. ഈ രാത്രി നാം സന്ദർശനത്തിനായി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ ദൈവം ചില വിഷയങ്ങൾ ഏറ്റെടുക്കും. പല വിഷയങ്ങളും അവൻ നല്ലൊരു ഏറ്റെടുക്കാതെ ഇങ്ങനെ കിടക്കുക, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആ ഒരു വിഷയത്തെ ഇന്ന് രാത്രി ദൈവം വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ആ കൊട്ടയ്ക്കകത്ത് നിന്നും ദൈവത്തിന്റെ പരിഗണനാ ലിസ്റ്റിലേക്ക് എടുത്തു മാറ്റാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഒന്നുകൂടെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്ക്. ഏതെല്ലാം വിഷയത്തിന് മറുപടി കിട്ടാതെ കിടക്കുന്നത് ഇന്ന് രാത്രി ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സന്ദർശനം ഇറങ്ങേണ്ടുന്നതിന് ഹല്ലേലൂയ. ഇവ സന്ദർശിച്ചാൽ തലങ്ങൾ മാറും. ഓ ഹല്ലേലൂയ. സക്കറിയാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം. ഇസ്രായേൽ സഭയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ ഒരു സന്ദർശനം വരുന്നത്. വായിച്ച വാക്യം സക്കറിയ 10:3. എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. യഹോവയാകുന്ന ദൈവത്തിന്റെ ഒരു സന്ദർശനം. ആടിനെ കളഞ്ഞിട്ട് ഇടയന്മാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാറിയപ്പോൾ വായിക്കുന്നു, എന്റെ കോപം ഇടയന്മാരുടെ മേൽ വരും. അപ്പോൾ കൈവിടപ്പെട്ടുപോയ ആടുകളെ ഞാൻ സന്ദർശിക്കും. എന്തിനാ സന്ദർശിക്കുന്നത് അറിയാമോ? ഇടയനില്ലാതെ അവർ തകർന്നു പോകാതിരിക്കേണ്ടുന്നതിന്, അവയെ കാട്ടുമൃഗങ്ങൾ അവരുടെ നേരെ ചാടി വീഴാതിരിക്കേണ്ടുന്നതിന്, അവിടിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടജന്തുക്കൾ അവരെ കടിച്ചു കീഴാതിരിക്കേണ്ടുന്നതിന് ഞാൻ അവരിലേക്ക് സന്ദർശിച്ച് ക്ഷണത്തിൽ ഞാൻ അവരുടെ രൂപം മാറ്റും, അവരുടെ ഭാവം മാറ്റും, അവരുടെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് അവൻ ഒരാടിനെ
സന്ദർശിക്കും മാത്രയിൽ അവർ പടക്കലത്തിന് ഒരു തുരകമായി ഞാൻ അവരെ മാറ്റും. ഹല്ലേലൂയ. എന്തുവാ തുരകമെന്ന് പറഞ്ഞാൽ? തുരകമെന്ന് പറഞ്ഞാൽ കുതിര എന്ന കുതിര. സ്തോത്രം. ദൈവം പറയുന്നു, അവൻ കൈവിടപ്പെട്ടുപോയ ആടുകൾ, അവരെ സംരക്ഷിക്കാൻ, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ, അവർക്ക് കാവൽ കൊടുക്കാൻ, അവർക്ക് പരിചരണം കൊടുക്കാൻ ഇടയന്മാർ തെറ്റിപ്പോയപ്പോൾ ഉയരത്തിലെ ദൈവം പറയുന്നു, ഞാൻ ഇടയന്മാരെ സന്ദർശിക്കും. എന്തിനു വേണ്ടി? എന്റെ കോപത്താൽ അവരെ ശിക്ഷിക്കേണ്ടുന്നതിന്. കൈവിടപ്പെട്ടുപോയ ആടുകളെ ഞാൻ സന്ദർശിക്കും. എന്തിനു വേണ്ടി? കാട്ടുജന്തുക്കൾ അവരെ പിടിക്കാതെ, കടിച്ചു കീറാതെ, അവരെ രക്തം ചൊരിയാൻ സമ്മതിക്കാതെ, അവൻ ഇടയന്മാർ വിട്ടായ ആടുകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ, കാവൽ കൊടുക്കാൻ, പരിചരണം കൊടുക്കാൻ. നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. ദുഷ്ടന്റെ നോട്ടം നിന്റെ നേരെ വീഴാൻ സമ്മതിക്കത്തില്ല. ആരുടെയും ദൃഷ്ടി നിന്റെ മേൽ പതിച്ച് നിനക്കൊരു ശാപവും വരാൻ ഉയരത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. അതിനു മുമ്പേ ദൈവം ആളുകളെ സന്ദർശിക്കും. ഇപ്പോൾ അവര് ആടിനെ പോലെ കരയാനേ അറിയും, അല്ലേ? ആടിനെ വല്ലതും അറിയാം, കരയാനേ അറിയാം. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരാട് പ്രസവിച്ചു, 2 കുഞ്ഞു കുട്ടികൾ. നല്ല നമ്മോട് ചിലപ്പോൾ ദേഹത്തോട്ട് ചാടി കയറി അത് കിടുകിടുന്നാന്ന് കരയും. എന്തിനറിയാം? തളയെടുക്കുന്നുണ്ട് ഇവിടെ പാൽ കുടിക്കാൻ. അല്ലേലും അത്രേ അറിയത്തുള്ളൂ അതിന്. ആ കുഞ്ഞാടിന്റെ നേരെ ഒരു സിംഹം വന്നുള്ള അവസരിച്ച് നോക്കി, ഒരു കരടി വന്നുള്ള അവസരിച്ച് നോക്കി, ആമേ പോട്ട് അവനൊരു കൊരകം വന്നുള്ള അവസരിച്ച് നോക്കി. അല്ലേലൂയ. പിടിച്ചിക്കാൻ പറ്റുമോ ഇതിന്? ഹല്ലേലൂയ. അവൻ സംരക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ സന്ദർശന വർഗം. നിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ, നിന്റെ ഭവനത്തെ സന്ദർശിക്കാൻ, നിന്റെ ശുശ്രൂഷയെ സുരക്ഷിതമാക്കാൻ, ദുഷ്ടൻ നോട്ടമിടാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ നിന്റെ പോക്ക്, നിന്റെ വരവിലൊക്കെ ദുഷ്ടൻ കടിച്ചു കയറാതെ, നിന്നെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ആ ആടുകളെ കാട്ടുജന്തുക്കളെ വന്ന് പിടിച്ച് പിച്ചി കീറിക്കളയാതെ, ചീന്തിക്കളയാതെ, രക്തം ചൊരിയാൻ സമ്മതിക്കാതെ ദൈവം പറയാൻ, ഞാൻ ആടുകളുടെ ഇടയിലേക്ക് സന്ദർശിച്ചിറങ്ങും. ഹല്ലേലൂയ. വെറുതെ വന്ന് സന്ദർശിച്ചിട്ട് എന്തുകൊണ്ടത്? തട്ടി തലോടി അങ്ങ് പോകുകയല്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആടുകളെ സന്ദർശിക്കുമ്പോൾ ആ ആടുകൾ പിന്നത്തേത് അവർ പടക്കളത്തിലെ തുരകമായി മാറും, പടക്കളത്തിലെ കുതിരയായി മാറും. ഹല്ലേലൂയ. പടക്കളത്തിലെ കുതിരയായി കഴിഞ്ഞ പിന്നെ ഒത്തോടൊന്നും ഒരു മൃഗം അടുത്ത് വരത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാം, സഭയ്ക്കകത്ത് വരുമ്പോ ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളും ആടുകളായി തന്നെ ഇരിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ സന്ദർശനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പോർക്കളമേറ്റ് നീ ഒരു കുതിരയായി മാറിക്കോണം. ഹല്ലേലൂയ. പടക്കളത്തിൽ പോരാടുന്ന, പടക്കളത്തിൽ പടയാളിയെ വഹിച്ചുകൊണ്ട് എതിരാളികളെ വകവയ്ക്കാതെ അവന്റെ നേരെ കുരിച്ചു ചാടുന്ന, അവന്റെ നെഞ്ചം കോടിനെ ചവിട്ടിക്കൊള്ളിക്കാൻ പാകതയുള്ള കരുത്തുള്ള കാൽപാദങ്ങളായി, കാൽപ്പാടുകളുമായി നീ ഒന്ന് കുതിച്ചുയരാതെ ഇന്ന് രാത്രി നിന്റെ പടക്കളത്തിലെ കുതിരയാക്കി നിന്റെ നേരെ യുദ്ധത്തിന് വരുന്നതിന്, നിന്റെ വീടിന് നേരെ, നിന്റെ ഭവനത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ യുദ്ധത്തിന് വരുന്നതിന് നേരെ നീ കിടുകിട കരഞ്ഞുകൊണ്ട് നിൽക്കാതെ പടക്കളത്തിലെ കുതിരയായി തീരോ. ഹല്ലേലൂയ. പടക്കളത്തിലെ കുതിരയാകാവൂ, സഭയ്ക്കകത്ത് കുതിരയാവരുത്. സഭയ്ക്കകത്ത് ആട് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസികളൊക്കെ തിരിച്ച, സഭയ്ക്കകത്ത് പടക്കുതിരയും സഭയ്ക്ക് പുറത്തു പോകുമ്പോ കുഞ്ഞാടുകളും. ഹല്ലേലൂയ. തിരിഞ്ഞു വരണം, തിരിഞ്ഞു വരണം. തിരുവചനം പറയുന്നു, ആടുകൾ പടക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ കുതിരകളാൻ മാറണം. ആടുകൾ പടക്കളം വിട്ട് സഭയ്ക്കകത്ത് വരുമ്പോ ആടായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ
അതിന്റെ മൂല്യച്ചുലികളൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വചനം വിളിച്ചു പറയുകയാ, പടക്കളത്തിൽ ഒരു കുതിരയാക്കി ഞാൻ നിന്നെ മാറ്റും. അവൻ മുൻകാലുകൊണ്ടും പിൻകാലുകൊണ്ടും ശത്രുവിന് ഒരുപോലെ ആക്രമിക്കാൻ കഴിയുന്ന അവൻ അതിന് മുകളിൽ നിൽക്കുന്ന പടയാളിയെ ഏത് നിലവാരത്തിലും അവന് വാൾ ചുഴറ്റി ശത്രുവിന്റെ വെടലേക്ക് വെട്ടുവാൻ തക്ക നിലയിൽ അവനെ വഹിച്ചുകൊണ്ട് ചെന്ന് ശത്രുവിന്റെ വെട്ടേൽക്കാൻ സമ്മതിക്കാതെ അവൻ ഈ പടയാളിയെ സുരക്ഷിതമാക്കിക്കൊണ്ട് പടക്കളത്തിൽ പോരാടി ഒന്നൊന്നിനെ പരാജയപ്പെടുത്തി മുൻപേറി പോകുന്ന ഒരു കുതിരയോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ സന്ദർശനം നിന്റെ മേൽ വന്നതിന്റെ സ്ഥിതി മാറും. ചിന്തിക്കുമ്പോൾ ആയിരിക്കത്തില്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഈ രാത്രി ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കേണ്ടുന്നതിന് നിന്നിലൊരു വലിയ സന്ദർശനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു സന്ദർശനത്തെ കാണാൻ കഴിയും. എടുത്തെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിച്ചു. എടുത്തവർ വായിച്ചു. വായിക്കാൻ അറിയാവുന്നവരാണ് എല്ലാവരും. വായിക്കും. 21-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ മീറ്റിംഗ്, അതിന്റെ തലേ മീറ്റിങ്ങിനൊക്കെ ഇവിടെ വാക്യം വായിച്ചതും ഇവിടെ പ്രസംഗിച്ചതും ഇവിടെ പാടിയതും ആരാധിച്ചതെല്ലാം ഞാൻ കണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അന്ന് പ്രിയ സഹോദരിയൊക്കെ ചടപടാതെ പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് വായിക്കാൻ പറ്റാതെ കണ്ണിൽ പിടിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനൊക്കെ വായിച്ച് വിടുന്നത് അതൊരു അനുഗ്രഹവും വിടുതലുമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന എന്തോ ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുകയും വായിച്ച് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ വായിക്കുന്നവർക്ക് 3 അനുഗ്രഹം ഇല്ലേ? സ്തോത്രം. അവർ വായിക്കുമ്പോൾ കേൾക്കും. 3 അവരും സ്വയം കേൾക്കും. സ്തോത്രം. 3 അനുഗ്രഹം. അപ്പൊ വായിക്കാതിരുന്ന് കേൾക്കുന്നവർക്ക് ഒറ്റ അനുഗ്രഹമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അവിടെ വായിച്ചത് എന്താ? അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. ഒരു സന്ദർശനം. താൻ അരുളി ചെയ്തതുപോലെ ഒരു അവധി അവിടെ വെച്ചാണ് ദൈവം. ഒരു അവധി. മമ്മരുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനോട് പറഞ്ഞിട്ട് പോയ ഒരു അവധി. അടുത്ത വർഷം ഞാൻ ഇതുവഴി വരും. അന്ന് നിന്റെ ഭാര്യ സാറ ഒരു മകനെ അണച്ചോളും. ആ കൃത്യം അവധിക്ക് ദൈവം തമ്പുരാൻ അവിടെ വന്ന് സന്ദർശിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ സന്ദർശനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ നിസാര സന്ദർശനമൊന്നുമല്ല. ആ കാലയളവിൽ സാറായിയുടെ പ്രായം, അബ്രഹാമിന്റെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണം. സ്തോത്രം. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു സന്തതി അവരിൽ നിന്ന് ഉണ്ടാകുവാൻ പറ്റുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥയല്ല. നന്ദി വാർദ്ധക്യം ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 14, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതവിടെ ഒന്നുകൂടെ പൗലോസ് വ്യക്തമാക്കി റോമിലുള്ള ജനത്തോട് പറയുന്നുണ്ട്. ആ ശരീരത്തിന്റെ അവരുടെ അനുഭവം ഒന്ന് വായിച്ചുവിടാമോ? ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ 17-ാമത്തെ വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിലുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും. 17-ാമത്തെ വാക്യം വായിച്ചു. 4-ന്റെ-17. മരിച്ചവരെ ജീവിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നിന്റെ സന്തതി വിവണ്ണമാകും എന്ന് എഴുതി ചെയ്തിരിക്കുന്നത് പോലെ
താൻ ബഹുജാതികൾക്ക് പിതാവും എന്നവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ നിർജീവത്വ ഭാഗം നിർജീവത്വം റോമാലേഖനം അവൻ ഏകദേശം 100 വയസ്സുള്ളവനായതിനാൽ തന്റെ ശരീരം നിർജീവമായിരുന്നതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അപ്പൊ പൗലോസ് തന്റെ അബ്രഹാമിന്റെയും സാറയുടെയും ആ ദൈവത്തിന്റെ സന്ദർശന സമയത്തുള്ള ശാരീരിക അവസ്ഥ അവിടെ പറയുന്നു. ഹല്ലേലൂയ. ഒരു കാരണവശാലും അവരുടെ ശാരീരിക അവസ്ഥ വെച്ച് നോക്കിയാൽ അവർക്കൊരു സന്തതി ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു നിസാര കാര്യമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ നിറവേറാൻ അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യം വെച്ച് നോക്കിയാൽ ഒരിക്കലും സാധ്യമാകത്തില്ല. വാഗ്ദത്തം അവരുടെ വാഗ്ദത്തമായിട്ട് തന്നെ ഇരിക്കും. അവർ ശാരീരിക അവസ്ഥ പറയുക, ഈ വാഗ്ദത്തം നിറവേറില്ല. വേദത്തിൽ ദൈവം പറഞ്ഞു, ഞാനൊരു അവധി വെച്ചിട്ടുണ്ടോ, ഞാൻ അവധിക്ക് തന്നെ സന്ദർശിക്കും. ലോകം എന്ത് വിധി എഴുതിയാലും, അവൻ നാട്ടുകാർ എന്ത് വിധി എഴുതിയാലും, മെഡിക്കൽ സയൻസ് എന്ത് വിധി എഴുതിയാലും, അവൻ ഞാൻ പറഞ്ഞ അവധിക്ക്, ഞാൻ പറഞ്ഞ സമയത്തിന് ഞാൻ അവിടെ വരും, ഞാൻ സന്ദർശിക്കും. സന്ദർശിച്ച ചില വിധിയെഴുത്തുകളെ ഞാൻ പൊട്ടിച്ചു മാറ്റും. ഹല്ലേലൂയ. നിന്റെ ശാരീരിക അവസ്ഥ എനിക്ക് പ്രശ്നമല്ല, നിന്റെ സാഹചര്യം എനിക്ക് പ്രശ്നമല്ല, നിന്റെ നാട്ടുകാർ എനിക്ക് പ്രശ്നമല്ല, നിന്റെ മെഡിക്കൽ സയൻസ് എനിക്ക് പ്രശ്നമല്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടൊക്കെയാ സാറ ഈ ദൂത് കേട്ടപ്പോഴേ അകത്ത് നിന്ന് ചിരിച്ചത്. ഒട്ടൻ വാഗ്ദാനമല്ലേ, ഒട്ടൻ പ്രവചനമല്ലേ. അവൻ ഇതങ്ങാണ് സംഭവിക്കുമോ, എന്റെ ശാരീരിക അവസ്ഥയെ അറിയാമായിരുന്നു എങ്കിൽ അവൻ ഈ പ്രവാചകൻ പറയില്ലായിരുന്നുവെന്ന് ഒരുപക്ഷെ അകത്തിരുന്നു കൊണ്ട് ചിന്തിച്ചിട്ടായിരിക്കില്ലേ സാറാമ്മച്ചി ഓടി ചിരിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെയും അബ്രഹാമിന്റെയും ശാരീരികമാകുന്ന അവസ്ഥ വളരെ നിർജീവമായിരിക്കുന്നു, ദുർബലമായിരിക്കുമ്പോൾ ദൈവം പറയുകയാ, ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഇടപെടും, ആ സമയത്ത് ഞാൻ സന്ദർശിക്കും. ഞാൻ സന്ദർശിച്ച് ചിലത് ഒഴിവ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. യഹൂദ ദമ്പതികൾക്ക് ചരിത്രം പറയുന്നത് നീണ്ട 20 വർഷം വരെ അവർക്ക് ഒരു പുത്രനോ പുത്രിയോ അവർക്ക് അവരുണ്ടായില്ലെങ്കിൽ പിന്നത്തേതിൽ അവരെ എന്ത് ചെയ്യണം, ആ സ്ത്രീയെ ശപിക്കപ്പെട്ടവളെന്ന് യഹൂദ പാരമ്പര്യം മുദ്രയാർത്ഥം. ഇന്ന് പുറത്തോട്ട് വരാൻ ഒക്കെയല്ല. അങ്ങനെ 20 വർഷമാണ്, അത് കഴിഞ്ഞില്ലേ. സ്തോത്രം. അതുകൊണ്ടാണ് അബ്രഹാമിനെ ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അബ്രഹാം പറയുന്ന മറുപടി, അവൾ അകത്തെ, അവൻ വീട്ടിലെ മുറിയിലുണ്ടെന്നല്ല, അവൾ അകത്തെ കൂടാരത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതാണ് ഈ കൂടാരം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശപിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പാർക്കാൻ ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൂടാരം. അടുക്കളയിൽ ചെല്ലണം, ആഹാരം പ്രിപ്പറേഷൻ ചെയ്യണം, നേരെ കൂടാരത്തിനകത്ത് കയറിക്കാണ്. ആമേൻ. ശപിക്കപ്പെട്ടവൾ പുറത്തു വരാനൊക്കില്ല. സ്വന്തം വീട്ടിന്റെ അകത്ത് മുറിക്കകത്ത് പോലും വരാൻ, സ്വന്തം വീട്ടിലെ ഉറ്റവരെ ഉടയവരെ അടുത്തു പോലും വരാൻ കഴിയാത്ത വിധത്തില് അവൻ മതത്തിന്റെ, യഹൂദ മതത്തിന്റെ പാരമ്പര്യം അവളെ ശപിക്കപ്പെട്ടവളെ മുദ്രചാർത്തി അകത്തിട്ടിരിക്കുമ്പോൾ ഉയരത്തിലെ ദൈവം എന്ന് പറയുക, അവൻ ഞാൻ എടുത്ത വശം ഇതുവഴി വരും. അകത്തെ കൂടാരത്തിൽ ഇരിക്കുന്നവർ ശാപത്തിന്റെ കയറിനെ പൊട്ടിച്ചുകൊണ്ട് ശാപത്തിന്റെ സകല വെപ്പുകളെയും അവൻ ശാപത്തിന്റെ സകല പാരമ്പര്യങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങി വരും. ഹല്ലേലൂയ. 21-ാം അധ്യായത്തിൽ വരുമ്പോൾ വായിക്കുന്നത്, യഹോവ അരുളി ചെയ്തതുപോലെ ശാപത്തെ പൊട്ടിച്ചുകൊണ്ട്, ശാപത്തിന്റെ കൂടാരത്തെ പൊളിച്ചിളക്കിക്കൊണ്ട് ഉയരത്തിലെ ദൈവ സാറയെ സന്ദർശിച്ചെങ്കിൽ എന്ന് രാത്രി നിനക്കെതിരെ വെച്ചിരിക്കുന്ന സകല ശാപത്തിന്റെ കെട്ടുകളെയും അവൻ സകല ദുഷ്ടന്റെ വ്യാപാര തന്ത്രങ്ങളെയും നിന്നെ ഒതുക്കി ഒരു മൂലക്കകത്തേക്ക് നീ പുറത്തു വരാൻ സമ്മതിക്കാതെ, നീ വിശാലമാകാൻ സമ്മതിക്കാതെ, നിന്നെ വല്ലാതെ മുടിക്കോ, നിന്നെ വല്ലാതെ തകർക്കോ. ശാപത്തിന്റെ കെട്ടുകളെ
അറുത്തു മാറ്റാൻ ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനമുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി അങ്ങനെ ഒത്തിരി സന്ദർശനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഏലിയാവ് എലീശയെ സന്ദർശിക്കുന്ന ഒരു സന്ദർശനം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, എന്റെ കാലയളവ് കഴിയാൻ പോകുക. ചില ശുശ്രൂഷകൾ അവൻ ചുരച്ചൊടിച്ചെന്ന് കിടക്കി മരിച്ചാൽ മതി. ദൈവം തട്ടി ഉണർത്തി ദൂതനെ കൊണ്ട് കനൽ വിളിച്ചുട്ട അടയും തുരുത്തിയിൽ വെള്ളം കൊടുത്തിട്ട് നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആമേൻ. അങ്ങ് ഹോരേവിന്റെ പർവ്വതത്തിൽ നിനക്കൊരു യാഗം കൂടെ ബാക്കിയുണ്ട്. അതിനു മുമ്പ് നീ ചില പ്രവാചകന്മാരെയും ചില രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യാൻ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് ലോകത്തുനിന്ന് മാറ്റമുള്ളൂ. അവൻ മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ചൂരച്ചെടി ചുവട്ടിൽ കിടന്ന് അവൻ ഏലിയാവിനെ ദൈവം തമ്മിലെ ദൂതൻ മുഖാന്തരം തട്ടി ഉണർത്തി കൊണ്ടുവന്ന് അവൻ നല്ല ശുശ്രൂഷകൾ ചെയ്തനന്തരം അവൻ യോർദാന്റെ വെള്ളത്തെ രണ്ടായി കീറിമുറി ചക്കര കിടന്ന അനന്തരം അവൻ ഉയരത്തിൽ ദൈവം ഒരു കൊടുങ്കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് മുകളിൽ നിന്ന് സ്വർഗീയ കാറ്റടിപ്പിച്ച് താഴേക്ക് ഇറക്കി അവൻ മരിച്ചാൽ മതി എന്നും പറഞ്ഞ് കിടന്നവനെ മരണം കാണിക്കാതെ അവൻ ചുഴലിക്കാറ്റിൽ ആത്മാവിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ പകരക്കാരനായി ഒരുവനെ തെരഞ്ഞെടുക്കാൻ ദൈവം തമ്പുരാൻ ആലോചന കൊടുത്ത് തന്റെ തോളിൽ കിടന്ന് രണ്ടാമുണ്ടും കൊണ്ട് അവൻ ഹല്ലേലൂയ ഈ ഏലിയാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വയലിൽ അവൻ ഹല്ലേലൂയ ചില കാളകളെ വെച്ച് പൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടു. അവൻ ഹല്ലേലൂയ 12ാമനായി നിന്നുകൊണ്ട് കാളയെ വെച്ച് പൂട്ടിക്കൊണ്ട് നടക്കുന്നവരെ കണ്ടപ്പോൾ ഏലിയാവിനെ ബോധിച്ചു. ഹല്ലേലൂയ 11 പേര് ഉഴപ്പി അവൻ മാറ്റി ഉഴുതു പോകുമ്പോൾ എവിടെയെങ്കിലും കട്ട ഇളകാതെ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി അപ്പന്റെ വയലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു മകന്റെ ഏറ്റവും 12ാമനായി അവൻ കാളയെ വെച്ച് വെട്ടിക്കൊണ്ട് നടക്കുന്ന നടപ്പ് കണ്ടപ്പോൾ ഏലിയാവിനെ ഓടിച്ചിട്ട് അവൻ ദൂരെ നിന്നുകൊണ്ട് അവന്റെ തോളിൽ കിടന്ന് പുറപ്പെടുത്ത് ചുരുട്ടി ഏലിയാവിന്റെ മുകളിൽ ഒറ്റയേറിയ ഏലീശയുടെ തോളിലേക്ക് ഒരൊറ്റ ഏറിയാണ് ഏലിയാവ്. അവൻ ഏലിശ പുറപ്പെടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എന്തോ അനന്തരം അവകാശിയായി എന്നെ കണ്ടിരിക്കുന്നു. ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനാ എന്ന് മനസ്സിലാക്കിയ ഏലീശ ആമേൻ സന്ദർശനം മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി ഏലിയാവിന്റെ അരികിൽ ചെന്നു. ഏലിയാവിന്റെ അരികിൽ ചെല്ലുമ്പോൾ അവൻ കാര്യം ധരിപ്പിച്ച അനന്തരം ഏലീശയ്ക്ക് ശേഷം അവൻ ഇരട്ടി ശക്തിയോടെ അവൻ കാലഘട്ടത്തിന്റെ പ്രവാചകനായി അവൻ നിലനിൽക്കേണ്ടതിന് ഏലീശയെ സന്ദർശിച്ചൊരു സന്ദർശനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയാം. 2025 ശ്രേഷ്ഠമായി 2026 ദൈവത്തിന്റെ ദാസനെ ഇരട്ടി ശക്തിയുടെ ഒരു അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തിയുടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷയുടെ ഒരു സന്ദർശനം. ചില ഭവനങ്ങളിൽ ഒരു ഭയങ്കര സന്ദർശനം നടക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയും. എന്തൊക്കെയോ ദൈവം അവൻ തിരുത്തി കുറിച്ചുകൊണ്ട് എന്തൊക്കെയോ ചില മാറ്റം വരുത്തിക്കൊണ്ട് അവൻ ശുശ്രൂഷയുടെ മുഖത്തൊരു മാറ്റം വരുത്തുവാൻ ഒരു ദൈവിക സന്ദർശനം ഇറങ്ങി വരാൻ പോകുന്നു. കണ്ണുകളും അടച്ചാൽ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു സന്ദർശനം എനിക്ക് ആവശ്യമാണ്. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനച്ചു, അത് പുഷ്ടിയുള്ളതായി തീർന്നു. കാലങ്ങൾ ഏതെല്ലാം വിധത്തിൽ വിധി എഴുതിയാലും ആരെല്ലാം നിനക്കെതിരെ വിരൽ ചൂണ്ടിയാലും ദൈവിക സന്ദർശനം നിന്റെ വീട്ടിനകത്തിറങ്ങിയാൽ, ദൈവിക സന്ദർശനം നിന്റെ കുടുംബത്തിനകത്തിറങ്ങിയാൽ, ദൈവിക സന്ദർശനം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയാൽ, നിന്റെ സമ്പത്തിനകത്തിറങ്ങിയാൽ ചില ഞെരുക്കങ്ങൾ മാറാൻ പോകുകയാണ്. മുളപ്പൊട്ടി പുറത്തു വരാൻ പോകുകയാണ്. ചിലത് പൂത്ത് കായ്ക്കാൻ പോകുകയാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 12 പടി മോശയുടെ അരികിൽ കൊണ്ടുവന്ന് ആമേൻ കയറ്റി വെക്കുന്നൊരു ഒരു ഭാഗം നമുക്കറിയാം. ഓരോ ഗോത്രത്തിനും ഓരോ പേരുണ്ട്. ആമേൻ ലേവ്യ ഗോത്രത്തിന്റെ പടി വരുമ്പോൾ ആമേൻ യഹോവയാകുന്ന ദൈവം പറഞ്ഞു, ആമേൻ ലേവ്യ ഗോത്രത്തിൽ ഒറ്റ മൂപ്പന്മാരുടെ പേരെഴുതിയേക്കരുത്, അതിനകത്ത് അഹരോന്റെ പേരെഴുതണം. അതിനകത്ത് ഒത്തിരി ചരിത്രമുണ്ട്. എന്തുകൊണ്ട് അഹരോന്റെ പേരെഴുതാൻ ദൈവം പറഞ്ഞതെന്നൊക്കെ അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയട്ടെ, ഒരൊറ്റ രാത്രി കൊണ്ട് ആമേൻ അത് മുള പൊട്ടി പൂത്തു. ആമേൻ കായ് പിടിച്ച് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി മുള പൊട്ടി പുറത്തു വരുത്തില്ലെന്ന് പറയുന്നതിന് മേൽ ദൈവത്തിന്റെ സന്ദർശനം ഇറങ്ങാൻ പോകുകയാ. ദൈവം ചിലതിന്റെ പേരെഴുതാൻ പോകുകയാ. മുള പൊട്ടി പുറത്തു വരുത്തില്ലെന്ന് പറയുന്നതിന് പുറത്ത് ദൈവം തന്റെ പേരെഴുതാൻ പോകുകയാ. ദൈവം ചില പേരെഴുതാൻ പോകുകയാ.
ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു അവയെ നിന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം ഇറങ്ങാൻ പോകുകയാ. അവന്റെ പുസ്തകം 11 അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു വരും. അവൻ ഇന്ന് രാത്രി ചില മുള പൊട്ടി പുറപ്പെടുന്ന രാത്രിയാ. അടച്ചു വെച്ചത് ഒതുക്കി വെച്ചത് ഇന്ന് രാത്രി പ്രതികരിക്കാൻ കഴിയുമോ? ആത്മാവിൽ നീ ഒന്ന് പ്രതികരിച്ച് നീ വിശാലമായി ഒന്ന് വളരാൻ സമ്മതിക്കാതെ അവനെ മുളവൊട്ടി പുറത്തു വരാൻ സമ്മതിക്കാതെ നിന്നെ ഒതുക്കി ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി ഒരു ദൈവിക സന്ദർശനം ഇറങ്ങുക. അവൻ നാളുകൾ കൊണ്ട് അവൻ നിന്നെ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പുറത്തോട്ട് വിടാൻ സമ്മതിക്കാതെ അടച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകളെ പൊട്ടിച്ചുകൊണ്ട് അവൻ ഒരുങ്ങിട്ട് 2026 ദൈവം തമ്പുരാൻ അവൻ ചില യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളാൻ ദൈവം പറയുക. അവൻ പുഴ പൊട്ടി പുറത്തോട്ട് വന്ന് ശുശ്രൂഷകന്ന് വിശാലമാകാൻ കഴിയാതെ ചില അവൻ രാജ്യങ്ങളുടെ കവാടങ്ങളെ അടച്ചു പൊട്ടിക്കൊണ്ട് ആത്മാവിന്റെ വീട്ടകത്ത് നടന്നത് അത് മുളവൊട്ടി പുറത്തു വരുവാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് അവൻ 2026 ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ബോധവെച്ചു പറയുക. ശുശ്രൂഷകളുടെ ബന്ധത്തില് അവൻ ചില യാത്രയ്ക്ക് വേണ്ടി ദൈവം സന്ദർശിക്കാൻ പോകും. സ്റ്റേറ്റുകളിലേക്ക് അയൽ രാജ്യങ്ങളിലേക്ക് ദൈവ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അയക്കാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവം വെച്ച അവധിക്ക് തന്നെ ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിച്ചിറങ്ങി വരുമ്പോൾ അവൻ ദൈവം കൊണ്ടുപോകേണ്ട മേഖലയിൽ കൊണ്ടുചെന്ന് തന്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ എന്റെ ദാസനെ അങ്ങ് മാനിക്കാൻ ദൈവത്തിന് 2026 പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ നാളുകൾക്ക് മുമ്പ് പോകേണ്ടതായിരുന്നു. പക്ഷെ പോകുവാൻ അവൻ സമ്മതിക്കാതെ വഴി അടച്ചു വെച്ച ചില ദുഃഖവ്യാപാര മേഖലകളെ ദൈവം തമ്പുരാൻ ഇടപെട്ടതിനെ പിടിച്ചു പുറത്തു മാറ്റിക്കൊണ്ട് അവൻ ദൈവത്തിന്റെ ആത്മാവിന് ഒരു വലിയ സന്ദർശനം ഇരട്ടി ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കുമെന്ന് അവൻ ചില മണ്ണിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവൻ പാലമെടുത്ത് വെക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ ഒത്തറിയുന്നത് എന്ന മകൾക്കാലം ദൂത് വിളിച്ചു പറയുക. എന്റെ ദാസനെ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് ഒരു സാന്നിധ്യം ഇറങ്ങാൻ സമയമായി അവൻ ദൈവം വെച്ച് അവധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് അവന് ദിവസങ്ങൾ ശുശ്രൂഷയ്ക്കകത്ത് ചില വ്യതിയാനം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചില മുളവെട്ടി പുറത്തു വരുന്നത് പോലെ ആത്മാവ് ഇന്നലെ ദർശിച്ചുകൊണ്ട് ദൂത് കൈമാറി വിളിച്ചു പറയുക. പുത്തൻ ബാന്ധാവുകളിൽ ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതരത്തിനകത്ത് ചില പ്രവചനാത്മാവിന്റെ ശക്തിയെ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമയെ ഒരു പൂമ്പാറ്റ് പുറത്തു വരുവാൻ കഴിയാതെ അതിന്റെ പുറത്ത് ആമയെ നിൽക്കുന്ന ആമയെ പുറഞ്ചട്ട പൊട്ടാൻ കഴിയാതെ അതിനകത്ത് വല്ലാതെ വീർപ്പ് വെട്ടുന്നത് പോലെ എന്റെ ദാസൻ നാളുകൾ കൊണ്ട് ശുശ്രൂഷയ്ക്കകത്ത് വല്ലാതെ വീർപ്പ് വെട്ടുന്ന ഈ അനുഭവത്തിനകത്ത് നിന്ന് ആമയെ കൂട് പൊട്ടിച്ച് പുറത്തു വന്ന് വർണ്ണമനോഹരമാകുന്ന ചിത്രശലഭം പോലെ പറത്തിനതിന്റെ ചില പൂക്കളിനകത്ത് കൊണ്ട് ചെന്ന് തേന്നു കരുന്നത് പോലെ അനുഭവത്തിൽ ഇന്ന് രാത്രി കൊണ്ടുപോകുന്ന ചില മേഖലകളുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുക. അടരം വൈടകൾക്ക് ആത്മാവ് അവൻ ഒരുക്കുന്ന മേഖലയിൽ കൊണ്ടു ചെന്ന് നിർത്താൻ അവൻ സർവശക്തനെന്ന് രാത്രി ദൂത് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുക. അവൻ ചില വ്യക്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുക. മുളവെട്ടി അവൻ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അവൻ മുളവെട്ടി പുറത്തു വരുവാൻ കഴിയാതെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അവൻ ചില മേഖലകളെ കാണുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുമ്പോൾ അവൻ ദൂതനെ ഏറ്റെടുത്ത് മടങ്ങിപ്പോകുന്നെങ്കിൽ അവൻ ഈ ദിവസങ്ങളിലെ മാസങ്ങളിൽ അവൻ ചില ദൈവപ്രവൃത്തി ഭവനത്തിനകത്ത് അവൻ ഞാൻ അയക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് വിളിച്ചു പറയുക. തടസ്സങ്ങളെ ഞാൻ ഭേദിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. അന്തര വൈഡൽ കമനരകമന അതുരാ മന വൈഡേ രവലവലമസ്യ. എനിക്ക് ശക്തിയില്ല, എനിക്ക് ഇതിനോട് എതിർപ്പാൻ കഴിവില്ല.
ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവമേ എന്ന് യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചതിന്റെ പിന്നിൽ അവനെ ഭയപ്പെടുത്തിയ ഒരു ഭയമുണ്ടായിരുന്നു. അവന് ദൈവത്തിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം ലഭിക്കാനുമില്ലായിരുന്നു. ദൈവത്തിന്റെ സഹായം ലഭിച്ചിട്ടല്ലാതെ അവനൊരു വിടുതലുമില്ലായിരുന്നു. ഇന്ന് രാത്രി നാളുകൾ കൊണ്ട് വല്ലാതെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പിടിച്ചിറക്കി ഭയത്തെ മാറ്റിക്കൊണ്ട് ദൈവം ന്യായമായ ചില വിധി കൽപ്പിക്കാൻ പോകും. ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ശക്തികൾ, എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ചില മേഖലകൾക്കകത്ത് ഇടപെട്ട് സന്ദർശിച്ചിറങ്ങിവന്ന് ദൈവത്തിന്റെ ആത്മാവ് ന്യായമായ ചില വിധി കൽപ്പിക്കാൻ പോകുന്നു എന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ദൈവസന്നിധി വേർവിട്ട് മാറിയിരുന്നു ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ചില സന്ദർശനം ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് ചില പുതുവഴികളെ തുറന്നു നിന്ന് ദൈവം മാനിച്ച് ചില പുത്തൻ പാന്താവുകൾക്കകത്തുകൂടെ ദൈവത്തിന്റെ ആത്മാവിന് അവ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറി. ഈ രാത്രി ദൈവം നമ്മെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. വ്യക്തികളിൽ ദൈവ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടെങ്കിൽ ചിലത് വഴിമാറി, ചില പ്രതിസന്ധികൾ വിട്ടൊഴിയും, പുത്തനായ ചിലത് നമ്മുടെ ജീവിതത്തിൽ ഉളവായി പുറത്തു വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവെ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ കർത്താവെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവ സ്നേഹത്തിനായി സ്തോത്രം. അങ്ങയുടെ വലിയ സന്ദർശനം ഈ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. തന്റെ ജനത്തിന് മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. തന്റെ ദാസൻ തന്റെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാവരെയും കാരണമായി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ നാമം ചൊല്ലി അവിടുത്തെ വചനത്താൽ രക്തത്താൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി കാലം അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ശബ്ദം നമ്മളെ കേൾപ്പിച്ചു, ദൈവിക ദൂതുകൾ നമ്മളെ കേൾപ്പിച്ചു. ആമേൻ. ഇന്ന് രാത്രി കാലം ആമേൻ. ഹല്ലേലൂയ. ഭൂമിയെ സന്ദർശിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നല്ല ആമേൻ, ഹല്ലേലൂയ, ഒരു സന്ദേശം സ്വർഗം നമുക്ക് ദാനമായി തന്നു. ഭൂമിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പാർക്കുന്നത് ഭൂമിയിലാണ്. ഹല്ലേലൂയ, നീ ഭൂമിയിലാണ് പാർക്കുന്നത്. ആമേൻ. ആ സന്ദർശനം നിന്റെ മേൽ സ്വർഗം പകരും. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയെ നനച്ച് അതിനെ പുഷ്ടിയുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. നമ്മളെ ദൈവം പുഷ്ടിയുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. അതാണ് അതിനകത്ത് ദൂതം. ഇന്ന് രാത്രി കാലം ആമേൻ. ഭൂമിയെ നനയ്ക്കും.